നമസ്കാരം. വെള്ളാപ്പള്ളിയെ മുട്ടുകുത്തിക്കും സതീശൻ. തുഷാറും സംഘവും UDF എത്തും. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊരു സിനിമാ ഡയലോഗായി തോന്നാം, കാരണം മോഹൻലാൽ പറഞ്ഞു കേട്ടതായിരിക്കും, അതുകൊണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന ഒരു രീതി ചില വിഷഹാരികൾ അത് നടപ്പിലാക്കാറുമുണ്ട്. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ. നമുക്കറിയാമല്ലോ, ഈ വെള്ളാപ്പള്ളിക്ക് എന്തൊരു തിളപ്പായിരുന്നു. VD സതീശനെ കാണുമ്പോൾ ചതുർത്ഥി പോലെയായിരുന്നു. ഇനി അതങ്ങ് മാറും. കാരണം തുഷാർ വെള്ളാപ്പള്ളിയെ എവിടെയെങ്കിലും തളയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് വെള്ളാപ്പള്ളി കണ്ട വഴി പിണറായിയുടെ കൂടാരത്തിലായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പിലെ, ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ടല്ലോ, വലിയ തോൽവി, ആ തോൽവി മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയെ. വെള്ളാപ്പള്ളി നടത്തിയ പ്രകടനങ്ങൾ എന്ന് പറയപ്പെടുന്ന സതീശനെ കണ്ടാൽ പെട്ടെന്ന് കോപം വരും. സതീശന് ഈ സാമുദായിക നേതാക്കന്മാരെ എന്നും അത്ര മൈൻഡ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അതിപ്പോ NSSന്റെ നേതാവാണെങ്കിലും ശരി, SNDPയുടെ നേതാവാണെങ്കിലും ശരി, അങ്ങനെ ആരുടെയും കരഞ്ഞ് കാല് പിടിക്കുവാൻ VD സതീശൻ തയ്യാറല്ല. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്, നല്ലതാണ്. ഒരു സമുദായ നേതാവിൻ്റെയും കാല് പിടിച്ചാകരുത് നിങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകരുത് സതീശൻ. നിങ്ങളുടെ ആ രാഷ്ട്രീയ നിലപാടിന് ഒരു ഹാറ്റ്സ് ഓഫ്, അത് തന്നേ പറ്റും. കാരണം അത്തരത്തിലുള്ള നിലപാടുകൾ അത്യാവശ്യമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ. അതില്ലാത്തത് കൊണ്ടാണ് പലരും NSSകാരൻ്റെ തിണ്ണ നിറങ്ങുന്നതും SNDPക്കാരൻ്റെ കാല് പിടിക്കുന്നതും. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊന്നും പോയി വോട്ട് നേടേണ്ട ആവശ്യമില്ല. ഈ SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി പറഞ്ഞാൽ എത്ര ഈഴവന്മാർ വോട്ട് ചെയ്യും? NSSന്റെ സുകുമാരൻ നായർ പറഞ്ഞാൽ എത്ര നായന്മാർ വോട്ട് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ വോട്ട് ചെയ്യുന്ന തരത്തിലുള്ള നായന്മാരോ അത്തരത്തിൽ വോട്ട് ചെയ്യാതിരിക്കുന്ന ഈഴവന്മാരോ നമ്മുടെ നാട്ടിലില്ല. അവരവർക്ക് തോന്നുന്ന തരത്തിൽ അവരവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇവിടെ വെള്ളാപ്പള്ളിയൊക്കെ തള്ളിക്കളയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയോട് എന്താ പറഞ്ഞത് സതീശൻ? ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90-ലധികം സീറ്റുകൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ്. ഇതിന് മുൻപ് വെള്ളാപ്പള്ളി സതീശനെ കുറിച്ച് പറഞ്ഞ എന്തായിരുന്നു? തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വനവാസത്തിന് പോകേണ്ട സാഹചര്യത്തിലേക്ക് സതീശൻ എത്തുമെന്ന് തന്നെ. ആ വെല്ലുവിളിയെ വളരെ കൃത്യമായി ഏറ്റെടുത്ത സതീശൻ പക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ നേടിയെടുത്ത വിജയം, ആ വിജയം കാണാതെ പോകാൻ ഈ പറഞ്ഞ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി BDJS എന്ന് പറയപ്പെടുന്ന പാർട്ടി ഉണ്ടാക്കുവാൻ മൗനാനുവാദം നൽകുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത ആളാണ്. അത് ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമല്ലല്ലോ. സ്വന്തം സമുദായത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിച്ച പകൽമാന്യനാണ് ഈ വെള്ളാപ്പള്ളി. എന്നിട്ട് എന്താ ചെയ്തത്? മകനെ പാർട്ടിയുടെ ചെയർമാനാക്കിക്കൊണ്ട് അതിനെ NDAയുടെ പക്ഷത്ത് കൊണ്ട് കെട്ടി. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയപ്പെടുന്ന മഹാൻ പിണറായി വിജയനോടൊപ്പം സഞ്ചരിച്ച് പിണറായി വിജയനെ ഇങ്ങനെ പുകഴ്ത്തി നടന്നു. കാരണം എന്തായിരുന്നു? കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള നീക്കങ്ങളും ഏതൊരു തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളിലെയോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളുടെയോ വെള്ളാപ്പള്ളിയെയോ വെള്ളാപ്പള്ളിയുടെ മകനെയോ കുരുക്കാൻ പാടില്ല എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതേപോലെ തന്നെ കേരളത്തിൽ വെള്ളാപ്പള്ളി നടത്തിയിരുന്ന ശ്രമങ്ങൾ എന്ന് പറയപ്പെടുന്നത് തനിക്കെതിരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള എല്ലാ കേസുകളും പിണറായി വിജയനെ പുകഴ്ത്തി പിണറായി വിജയനോടൊപ്പം സഞ്ചരിച്ച് പിണറായി വിജയന് ഈ വർഗീയ വിഷയമൊക്കെ കുത്തിവെപ്പിച്ച് അദ്ദേഹത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കേസുകളും പൊങ്ങി വരില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് അങ്ങ് കേന്ദ്രത്തിൽ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഇങ്ങ് കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനും രണ്ട് പാർട്ടികളിൽ നിന്ന് ഇത്തരത്തിൽ ലാഭം കൊയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന്റെ കളം മാറുന്നു, രീതി മാറുന്നു, കാറ്റ് വീശുന്നത് UDFന് അനുകൂലമാണ് എന്നൊരു സ്ഥിതിവിശേഷം എത്തിയപ്പോൾ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സമീപനവും സ്വഭാവവും ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇനി ഒരു മറുകണ്ഠം ചാടലുള്ള സമയമായി എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഒരാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എന്താണ്? NDAയിൽ നിന്നും BDJS പുറത്തു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു, LDFൽ ചേക്കേറുക, ഇതായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. പക്ഷെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് മാറി വീശുന്നു, UDFന് അനുകൂലമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മിണ്ടാട്ടമില്ല, മൗനാനുവാദം കൊടുത്തിരിക്കുന്നു, അങ്ങ് UDFിലേക്ക് പൊക്കോളാൻ.
തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉറപ്പുള്ള സീറ്റും മന്ത്രി പദവിയും. തിരഞ്ഞെടുപ്പിലെ കാറ്റ് മാറി വീശിയതറിഞ്ഞ് കളം മാറി ചവിട്ടാൻ വെള്ളാപ്പള്ളി നടേശൻ കണ്ടുപിടിച്ച തന്ത്രമാണിത്. അതായത് ഈ BDJS എന്ന് പറയപ്പെടുന്ന സംഘടനാ സംവിധാനത്തിന്, രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയാൻ പാടില്ല, ആ സംഘടനാ സംവിധാനത്തിന് UDF ക്യാമ്പിലെത്താൻ ഇനി ചിലപ്പോൾ അധികം കാത്തിരിക്കേണ്ടി വരില്ല. കാരണം NDAയിൽ നിന്നും പുറത്താകാൻ പോകുന്നു, NDAയിൽ നിന്നും ചവിട്ടി പുറത്താക്കുമല്ലെങ്കിൽ ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ BDJSന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. NDAയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും, LDFിലോട്ട് കയറ്റുകയുമില്ല എന്ന് വരുമ്പോൾ ചെന്ന് കയറാൻ പറ്റുന്ന ഒരിടം UDF ആയതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ നാക്കിന് കൂച്ചുവിലങ്ങുകയുണ്ട്. കാരണം ഇനി ഒരു വാക്ക് സതീശനെ കുറിച്ച് പറഞ്ഞാൽ മകൻ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയപ്പെടുന്നത് അനാഥനായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നടക്കേണ്ടി വരും. അതുകൊണ്ട് മിണ്ടില്ല. നമുക്കറിയാം PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ്, ഒപ്പം തന്നെ CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ഇതെല്ലാം UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കിയതിന് പിന്നാലെയാണ് ഈ BDJSനെ കൂടി മുന്നണിയിലെത്തിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശ്രമം ഊർജിതമാക്കിയിരിക്കുന്നത്. BDJSും BJP നേതൃത്വവുമായിട്ട് കടുത്ത ഭിന്നത തുടരുന്നതിനിടെയാണ് BDJSനെ UDFിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ശ്രമം ആരംഭിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയസാധ്യതയുള്ള സീറ്റുകളും തുഷാർ വെള്ളാപ്പള്ളിക്ക് മന്ത്രി പദവിയുമാണ് UDFന്റെ വാഗ്ദാനം എന്നാണ് അറിയുന്നത്. എന്തിനാണാവോ ഇതുപോലുള്ള മരവാഴയൊക്കെ പിടിച്ച് സീറ്റും കൊടുത്ത് മന്ത്രി പദവിയും കൊടുക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നില്ല. പരമാവധി പാർട്ടികളെ മുന്നണിയുമായിട്ട് സഹകരിപ്പിച്ച് ഭരണം ഉറപ്പിക്കുക എന്ന തന്ത്രമാണ് UDF കൈക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നല്ലതാ. കാരണം ഇത്തരത്തിലുള്ള ഏത് പാർട്ടിയും നിങ്ങളുടെ കൂടെ കൂട്ടാം. പക്ഷേ കൂട്ടിയാൽ 10 വോട്ടെങ്കിലും കിട്ടുന്ന പാർട്ടിയെ കൂട്ടണം. ഈ BDJS പോലുള്ള പാർട്ടിയെ കൂട്ടി NDA ഒരു വഴിക്കായി. BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പോലും ലഭിക്കാത്ത തരത്തിലേക്ക് വലിയ പ്രസ്ഥാനമായി BDJS വളർന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ചവിട്ടി പുറത്താക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ BDJSനെ കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ UDF മുന്നണിയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ എന്ന് ചിന്തിക്കുക. ഇപ്പോൾ BDJSനെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറാകുകയാണ്. മത്സരിക്കാനുള്ള സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമാകാനുള്ളത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് BJP BDJS സഖ്യം എന്ന് പറയപ്പെടുന്നത് കൂടുതൽ വഷളായത്. സീറ്റ് വിഭജനത്തിൽ തന്നെ കല്ലുകടി വ്യക്തമായി. നിരവധി സീറ്റുകളിൽ 2 പാർട്ടികളും പരസ്പരം മത്സരിച്ചു. ഫലം വന്നപ്പോൾ വെറും 5 വാർഡുകളിൽ മാത്രമാണ് BDJSന് വിജയിക്കാനായത് എന്നുള്ളതാണ്. അപ്പോൾ ഇതോടെ മുന്നണി വിടണം എന്ന വികാരം നേതാക്കളിലും ഒപ്പം തന്നെ അണികളിലും ഒക്കെ ശക്തമായി. എന്തണികൾ അല്ലേ? എന്തായാലും ഈ സാഹചര്യം മുതലെടുത്ത് തുഷാറിനെയും കൂട്ടരെയും UDF ക്യാമ്പിൽ എത്തിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കണക്ക് കൂട്ടുകയാണ്. നിലവില് CPMനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഒക്കെ വളരെ അടുപ്പത്തിലാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവുമായിട്ടുള്ള ആള്. പക്ഷേ BDJSന് ഇടതുമുന്നണിയുമായിട്ട് സഹകരിപ്പിക്കുവാൻ വെള്ളാപ്പള്ളിക്ക് വലിയ താല്പര്യമില്ലാതായിരിക്കുന്നു ഇപ്പോൾ. അതെന്തുകൊണ്ടാണ് ആ സാഹചര്യം എന്ന് മനസ്സിലായല്ലോ. കാരണം LDF ചിലപ്പോൾ അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത കുറവാണ് എന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഈ ഫലമൊക്കെ വന്നപ്പോൾ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി. അപ്പോൾ വെള്ളാപ്പള്ളി LDFിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ള തരത്തിലേക്ക് ഒരു താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചു. അപ്പോൾ UDFനാണ് അധികാരം ലഭിക്കുന്ന സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ BDJS UDFിൽ ചേരുന്നതാണ് നല്ലത് എന്നുള്ള നിലപാട് വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകുന്നു. വലിയ വെളിപാടാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ വലിയ വെളിപാടുണ്ടാകുമ്പോൾ ആരെയാണോ തള്ളിപ്പറഞ്ഞത് അയാളുടെ കാല് പിടിക്കേണ്ടി വരും, കാല് നക്കേണ്ടി വരും. അതിനും തയ്യാറാണ്. കാരണം BD സതീശനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടി വരും വെള്ളാപ്പള്ളി നടേശൻ. ഇനി കാത്തിരിക്കലാണ്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെയെങ്കിലും UDFന്റെ ഭാഗമാക്കണം. അല്ലെങ്കിൽ UDFിലെ അസോസിയേറ്റഡ് അംഗമുണ്ടല്ലോ, ഒരു പുതിയ സംവിധാനമാണ് അസോസിയേറ്റഡ് അംഗം, ഘടകകക്ഷിയാക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രക്രിയ. ഇപ്പൊ നമ്മുടെ അൻവറും CK ജാനുവും ഒക്കെ അങ്ങനെയാണ് അതിനകത്ത് വന്നത്. അതുപോലെ തുഷാർ വെള്ളാപ്പള്ളിയെ കൂടി അസോസിയേറ്റ് ചെയ്യപ്പെടും. അതിനകത്ത് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതിന് മൗനാനുവാദം, കണ്ണടച്ച് പാല് കുടിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിൽ മൗനാനുവാദം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഇവിടെ ഇനി വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു തീരുമാനം സതീശൻ കൈക്കൊണ്ടാൽ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയപ്പെടുന്ന അനാഥനായി മാറും. കേരളത്തിൽ ഒരിടത്തും സീറ്റില്ലാതെ NDAയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും, LDFിൽ സീറ്റ് നൽകില്ല, UDF സഹകരിപ്പിക്കില്ല എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ BDJSന് ആർക്ക് വേണം? ഇനി BDJS പോകട്ടെ, BDJS എന്ന് പറയപ്പെടുന്ന സംഘടന അതോടുകൂടി ഇല്ലാതാവും. പക്ഷേ ഈ തുഷാർ വെള്ളാപ്പള്ളി ഒരു രാജ്യസഭാ സീറ്റൊക്കെ മോഹിച്ചാണ് NDAയുടെ ഭാഗമായത്. രാജ്യസഭാ സീറ്റ് വാങ്ങി ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയില്ലെങ്കിലും
ഒരു സഹമന്ത്രിയെങ്കിലും ആകാമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് കഴിഞ്ഞ 9-10 വർഷമായിട്ട് ഈ BDJS-ഉമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ NDA-യുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർക്കും ലാഭമില്ല, ഇയാൾക്കും ലാഭമില്ല. അങ്ങനെ കൊണ്ടുപോയ മുന്നണി സംവിധാനത്തിൽ നിന്ന് BJP-ക്കോ അല്ലെങ്കിൽ NDA-ക്കോ ലാഭമില്ലാത്തൊരു കക്ഷിയായി, സംഘടനയായി BDJS മാറുകയും ഒരു തരത്തിലും 10 പൈസയ്ക്ക് ഉപയോഗമില്ലാത്ത മരവാഴയായി തുഷാർ വെള്ളാപ്പള്ളി തീരുകയും ചെയ്തപ്പോൾ NDA-യിൽ നിന്നും പുറത്താക്കുവാനുള്ള സാഹചര്യം ഉണ്ടായി. LDF എന്തായാലും അധികാരത്തിലെത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി LDF-ലേക്ക് പോകണ്ട എന്ന് അച്ഛൻ വെള്ളാപ്പള്ളി തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ മകൻ വെള്ളാപ്പള്ളി എന്ത് ചെയ്തു? UDF-യുമായി അടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനിയുള്ള ദിനങ്ങൾ എന്ന് പറയപ്പെടുന്ന കാത്തിരിപ്പിൻ്റെതാണ്. കാത്തിരിപ്പ് എന്ന് പറയപ്പെടുന്നത് വെള്ളാപ്പള്ളി ഒരു തരത്തിലും സതീശനെതിരെയോ കോൺഗ്രസുകാർക്കെതിരെയോ ഒരു വക മിണ്ടാൻ പാടില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ 24 മണിക്കൂറും ഇങ്ങനെ വാതോരാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. സതീശനെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ കാണുമ്പോഴും കെ മുരളീധരനെ കാണുമ്പോഴൊക്കെ തൊഴുതു നിൽക്കേണ്ടി വരും. ഇങ്ങനെ പല കാരണങ്ങൾ വെള്ളാപ്പള്ളിക്ക് മുന്നിലുണ്ട്. വെള്ളാപ്പള്ളി ഇതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യും. കാരണം എങ്ങനെയും ആരോടൊപ്പമെങ്കിലും ഏതെങ്കിലും ഭരണപക്ഷത്തോടൊപ്പം മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ നിലയും നിലപാടുമൊന്നുമില്ലാത്ത വെള്ളാപ്പള്ളി UDF-ന്റെ ഭാഗമാകും, ഉറപ്പ്.